നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പങ്കാളിയോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാം എന്നാണ് നോക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളായാലും വലിയ പ്രശ്നമാക്കി മാറ്റുന്ന വ്യക്തികളാണ്. ആ കാര്യത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുന്നത് പോലെ ദേഷ്യത്തോട് പെരുമാറുകയും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പങ്കാളിക്ക് വളരെ ദേഷ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നതുമാണ്. പങ്കാളി എത്ര നല്ല സ്വഭാവ ഗുണങ്ങൾ ചെയ്താലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിലൊരു ചെറിയ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ വളരെ ദേഷ്യത്തോടും വെറുപ്പോടും കൂടി പെരുമാറുന്ന വ്യക്തികളാണ്. പക്ഷേ തത്സമയം ആ വാക്കുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സ്നേഹത്തോടെ പെരുമാറുന്നതുമാണ്. നിഷ്കളങ്കരാണ്, എന്നിരുന്നാലും ദേഷ്യം മുൻപിലാണ്. അതിനാൽ ജീവിതത്തിൽ എന്നും സന്തോഷപ്രദമാണ് എന്ന് പറഞ്ഞാൽ അല്ല, എങ്കിൽ സന്തോഷപ്രദമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നും പറയാം. ചെറിയ പ്രശ്നങ്ങളാലും ചെറിയ പിണക്കങ്ങളാലും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ പറയത്തക്ക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല, എങ്കിലും മറ്റുള്ളവർക്ക് കാഴ്ചപ്പാടിൽ എപ്പോഴും വാക്കുതർക്കമുള്ള ദമ്പതികളാണ് എന്നാണ് തോന്നുന്നത്. അതിനാൽ ഭവനത്തിലുള്ള വ്യക്തികൾ അത്ര കണ്ട് സന്തുഷ്ടമായിട്ടുള്ള ജീവിതമല്ല എന്ന് പോലും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. നക്ഷത്രക്കാർ ആരെല്ലാം എന്നാൽ മകം, ഉത്രം, പൂരോരുട്ടാതി, തിരുവോണം, കാർത്തിക, വിശാഖം, മകയിരം. ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ്. എന്നിരുന്നാലും ജീവിതം സന്തുഷ്ടമായിട്ടുള്ള ജീവിതമായിരിക്കുന്നതുമാണ്. സന്താനങ്ങളാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ്. സന്താനങ്ങൾക്ക് ജോലി കൈവരാനുള്ള സമയം കാണുന്നുണ്ട്. സന്താനങ്ങളാൽ അറിയപ്പെടുന്ന രക്ഷിതാക്കളാവാനുള്ള സാധ്യത ഉണ്ട്. പലതരത്തിലുള്ള ഗുണങ്ങൾ ഭവനത്തിൽ വരാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും നാമജപം, ക്ഷേത്രദർശനം ഉത്തമമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്നത്. അതിനാൽ ശത്രുദോഷങ്ങൾ കൂടാനുള്ള സാധ്യത ഉള്ളതിനാൽ ശത്രുദോഷത്തിനായി ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. എല്ലാം മംഗളമായി വരും.